എൻ പ്രശാന്ത് ചെയ്തത് തെറ്റെന്ന് കുറ്റാരോപണ മെമ്മോ. കുറ്റാരോപണ മെമ്മോയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കെ ഗോപാലകൃഷ്ണൻ IAS വിമർശിച്ചത് തെറ്റ്. ഗോപാലകൃഷ്ണന് അപമാനം ഉണ്ടാക്കിയെന്നാണ് കുറ്റാരോപണ മെമ്മോ. വിശദാംശങ്ങളുമായി അമൽ തേൻപറമ്പിൽ ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ തെറ്റുകളാണ് എന്നുള്ളതാണ് ഈ കുറ്റാരോപണ മെമ്മോയിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രശാന്തിനെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിൽ പോലും പ്രശാന്ത് വീണ്ടും ഫേസ്ബുക്കിലൂടെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം തുടർന്നു. അതിൽ ഈ പറയുന്ന ജയതിലക അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ രണ്ട് ഉദ്യോഗസ്ഥരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ പിന്നീട് ഈ നടപടിയിലേക്ക് പ്രശാന്തിന്റെ സസ്പെൻഷൻ അല്ലെങ്കിൽ പ്രശാന്തിനോട് വിശദീകരണം ചോദിക്കുമെന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ പ്രശാന്തിനെതിരെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പോലും പ്രശാന്ത് വിമർശനം ഫേസ്ബുക്കിലൂടെ തുടർന്നിരുന്നു. കളപറിക്കാനാണ് കർഷകനാണ് കളപറിക്കാനാണെന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഒരു ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണത്തിന്റെ ചിത്രമൊക്കെ ആയിരുന്നു. പക്ഷേ അത് സതുദ്ദേശപരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുറ്റാരോപണ മെമ്മോയിൽ പറയുന്നത്. അത് ചില ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം തുടർന്നും ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായതിനു ശേഷവും പ്രശാന്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടരുന്നുണ്ട്. ആ വിഷയത്തിൽ വിശദമായ കുറ്റാരോപണ മെമ്മോ തന്നെ പ്രശാന്തിനെതിരെ നൽകും. പ്രശാന്തിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ IAS ഉദ്യോഗസ്ഥർക്ക് IAS തലപ്പത്ത് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് അടക്കം അപമാനം ഉണ്ടാക്കും വിധത്തിലുള്ള നീക്കമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുറ്റാരോപണ മെമ്മോയിൽ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അമൽ, ഈ തുടക്കം മുതൽ ഈ IAS എന്ന പദവിയെ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ വളരെ അപമാനകരമായി അവതരിപ്പിക്കുന്നതിന് കൂടി ഇത് കാരണമായി എന്നൊരു വലിയ വിമർശനവും ഉയരുന്നുണ്ട്. ജയതിലകനെ പോലെ മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ പരസ്യമായാണ് വിമർശിച്ചത്. മാത്രമല്ല അതിൽ പല പരാമർശങ്ങളും ചിത്രരോഗി പരാമർശം അടക്കമുള്ള പല പരാമർശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. വരുന്ന ഫേസ്ബുക്ക് കമന്റുകൾക്കെല്ലാം മറുപടി നൽകി പരസ്യ പോരായിരുന്നു നടത്തുന്നത് എന്ന് പറയാം. ഈ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായിരുന്നു നീക്കം എന്ന് പറയാമെങ്കിൽ കൂടി മറുഭാഗത്ത് ജയതിലക് ഉണ്ടായിരുന്നു. ജയതിലകിനെതിരെ പരസ്യമായി തന്നെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതും ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുന്നു. മാത്രമല്ല അതിനുശേഷം ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായതിനു ശേഷം പോലും പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ആ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടായില്ല. തന്റെ ഭാഗത്ത് തെറ്റില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് താൻ കാണിച്ചത്, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് എന്നുള്ളതാണ് പ്രശാന്ത് ഇപ്പോഴും ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ അതെന്തായാലും മനസ്സിലാക്കാതെയാണ് എന്ന് തോന്നുന്നു. ഈ പ്രശാന്ത് പറയുന്നത് ബോധ്യപ്പെടാതെയാണ് എന്ന് തോന്നുന്നു. കുറ്റാരോപണ മെമ്മോയിൽ എന്തായാലും പ്രശാന്ത് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. പ്രശാന്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധികളെല്ലാം മറികടന്നുകൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥന് അപമാനകരമാകുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് തന്നെയാണ് മെമ്മോയിൽ പറഞ്ഞു വെക്കുന്നത്. ശരി അമൽ.